സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയിലാണ്. പല ദിവസങ്ങളിലായി പലയിടങ്ങളിലാണ് താമസം. ഇത്തവണ ഒരു രാത്രി താമസിച്ചത് ഹരേകൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ ടെമ്പിളുകളുടെ ഭാഗമായിട്ടുള്ള ഒരു ആശ്രമത്തിൻ്റെ ഒരു ഗസ്റ്റ് റൂമിലാണ്. ഒരു രാത്രി അവിടെ താമസിക്കാൻ തുച്ഛമായ തുക മാത്രം. പക്ഷേ അവിടെ താമസിച്ചതിനേക്കാളും അവിടെ ഉണ്ടായ എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇസ്കോൺ എന്ന് പറയും. നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ കേട്ടുള്ള സംഭവമില്ലേ. അതായത് ബേസിക്കലി ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ സംഘടന ഇസ്കോൺ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഇവർ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്കകത്ത് ഫാമുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും. വളരെ ശാന്തമായിട്ട് താമസരാണ്, അത് സന്യാസികളാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിനകത്ത് നമ്മുടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന തനി ഇന്ത്യ. നമ്മൾ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് അകത്ത് കയറി കഴിയുമ്പം നാട്ടിലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിനകത്ത് ഒരു ആശ്രമത്തിൽ പോയാൽ കിട്ടിയും ആ ഒരു ഫീല്. തനി പശുക്കളൊക്കെ ഇഷ്ടംപോലെ വീഞ്ഞ് നടക്കുന്നത്, പശുക്കളെയൊക്കെ വളർത്തുന്ന ഗോശാലകളുണ്ട്. പിന്നെ അകത്തോട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. എല്ലാ ഇംഗ്ലീഷുകാരും പോളിഷുകാരും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ത്യൻസും ഉണ്ട്, ഇന്ത്യൻസിനകത്തുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാധു എന്ന് വിളിക്കുന്നു, സാധു എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് കുറേ ഉണ്ട്. ഇവർക്ക് കുറച്ച് റൂളുകളുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറയുന്നത് ഈ അവിഹിതങ്ങൾ പാടില്ല, മദ്യപാനം പാടില്ല, പിന്നെ അങ്ങനത്തെ കുറേ സാധനമുണ്ട്. ഇവരുടെ വേറൊരിതാണ് ഗാംബ്ലിങ്, ചൂതുകളി ഒരു തരത്തിൽ ഇവർക്ക് അനുവദനീയമായിട്ടുള്ള വസ്തുവല്ല. അങ്ങനത്തെ 3-4 റൂളുകളേ ഉള്ളൂ. 4 സിൻസാണ് ഇവർക്ക് മെയിനായിട്ട്. കൃഷ്ണയാണ് പ്രധാന ദൈവം, ലോർഡ് കൃഷ്ണ. നമ്മുടെ കൃഷ്ണ ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൻ്റെ അത് മാത്രമാണ് ദൈവം എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ്. ഇവർ ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം അള്ളാഹ് ആയിക്കോട്ടെ, ജീസസ് ആയിക്കോട്ടെ, എല്ലാം ശക്തി വേദാവതാര എന്നൊരു കൺസെപ്റ്റാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇവരുടെ ചർച്ചകൾക്കകത്ത് ഞാൻ കേട്ടുള്ളതാണ്. അപ്പോൾ ഈ ബേസിക്കലി ഇവർ പറയുന്ന ഇതെല്ലാം ശക്തികളാണ്, ലോകത്തെ അവതരിച്ച അവതാര പുരുഷന്മാരാണ്. പക്ഷെ ഇവരൊന്നും മരിക്കത്തില്ല. ഇവരെല്ലാം വീണ്ടും അവതാരങ്ങളായിട്ട്, അവതാരപ്പിറവികളായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതല്ലാതെ ഇവർ ആരും കൊല്ലപ്പെടുന്നില്ല, മരിക്കത്തില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഡിഫർ ചെയ്ത് പോകുന്ന വാചകം. പക്ഷേ ഇതെല്ലാം ഇവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഇവരുടെ വിശ്വാസത്തെ അവർ അടങ്ങി ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇത്രയും. ഇപ്പോൾ മമ്മിയൊക്കെ വന്നിട്ട് അത്ഭുതപ്പെടുന്നു കഴിഞ്ഞാൽ ഇത്രയും ഇംഗ്ലീഷുകാരോ, 4 ചുറ്റും ഇംഗ്ലീഷുകാരായിട്ടിരിക്കുന്നത്. എല്ലാവരും മറ്റേ സന്യാസിമാരെ പോലെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മളെ കാണുമ്പോഴേ വളങ്ങി തിലക്കുറിയൊക്കെ ഇട്ട് ജീവിക്കുന്നു. അപ്പം മമ്മിയൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ പിള്ളേർ, 25-28 വയസ്സൊക്കെ കാണത്തുള്ളൂ മിക്കവാറും അമ്മമാർക്ക്. അപ്പം ഈവൻ എന്നൊക്കെയാണ് ഇപ്പോഴും പേര്. പക്ഷേ അതിൻ്റെ യുക്തി കിടക്കുന്നത് എവിടെയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയത് എന്ന് പുറകോട്ട് ആലോചിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി യൂറോപ്പിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ്, ആരാണ് ഇവിടെ കൊണ്ടുവന്നുള്ളത് സംഭവം യുക്തി പിടികിട്ടും. ഇനി അതിനെക്കുറിച്ച് നമുക്ക് വർത്തമാനം പറഞ്ഞൊരു വിവാദമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത്തരം പോയിന്റുകളിലേക്ക് കിടക്കുമ്പോൾ അത് കൂടുതലായിട്ട് വിവാദത്തിനുള്ള ഇട കൊടുക്കും. കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാം. ഞങ്ങൾക്കിത് ഭയങ്കര എന്താ പറയുക, ഇത് മൊത്തം ഈ കോമ്പൗണ്ട് മൊത്തം ഇവരുടേതാണ്. ഈ കാണുന്നതെല്ലാം ഭയങ്കര നാച്ചുറൽ ഫീൽ, അതായത് ഇന്ത്യൻ ഫീൽ കിട്ടി. മൊത്തം ഇവിടുത്തെ കുറേ വൃക്ഷങ്ങളുണ്ട്. നമ്മുടെ ആല്, വേപ്പ്, അങ്ങനത്തെ കുറേയേറെ വൃക്ഷങ്ങളുണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകൾ, അങ്ങോട്ടും ഇവിടെ നടക്കുന്നതെല്ലാം ഗാർഡനുകൾ. യാത്രകൾ എപ്പോഴും കൂടുതൽ ആൾക്കാരെ കാണാനും പുതിയ സ്ഥലങ്ങൾ കാണാനും, ഓരോ യാത്രയിലും ഒരേ സ്ഥലം തന്നെയാണെങ്കിലും അന്നേരമൊക്കെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും. ആശ്രമം സന്യാസിമാർ എന്ന് പറയുമ്പോൾ ഒക്കെ ഒരുപാട് പേടിയോടെ നോക്കിക്കാണുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ചുറ്റുപാടുള്ളവർ. അപ്പം അത് ഇവരെയൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമ്മൾ അവരെ കാണുന്നതിൽ നിന്നും വ്യത്യാസമാണ്. നമ്മൾ അവരുടെ കൂടെ ഒരു ദിവസം താമസിച്ചു, അവരുടെ കൂടെ ഒരു ദിവസം ഫുഡ് കഴിച്ചു. അതൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് മമ്മിയൊക്കെ ആകുമ്പോഴും ഒരു കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഒരു ഓപ്പൺ എക്സ്പോഷർ കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. മാത്രം ഉണ്ടാവും നമുക്കറിയത്തില്ല. ഫ്യൂച്ചറിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബാധിച്ചതാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞൊരു സൊസൈറ്റി നടത്തുന്ന ഒരു പ്രദേശത്ത് നമുക്ക് എന്താ കാഴ്ച വസ്തു ആകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ കയറി നടന്നിട്ട് അവരുടെ ഗാർഡൻ അഭിനന്ദിക്കാനായിട്ടോ അവരുടെ ബിൽഡിംഗ് അഭിനന്ദിക്കാനോ പറ്റത്തില്ല. ഭയങ്കര ലാളിത്യത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാർന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. ഇതിന് അപവാദങ്ങളുണ്ട്. ഈ ജയ്ഷെട്ടി പോലത്തെ ആൾക്കാരൊക്കെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നൊക്കെ ഒരു ശ്രുതിയുണ്ട്. അങ്ങനെയൊക്കെ വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ പിരിഞ്ഞു പോയ ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ട് തന്നെ. ഇനി ഈ ഗ്രൂപ്പ് തന്നെ പലയിടത്തായിട്ട് വിഘടിച്ച് പോയ സംഭവങ്ങൾ വേറെയുണ്ട്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ എല്ലാം പുറകെ കിടക്കുന്ന വെൽത്ത് എന്നുള്ളതാണ്. ഇവർക്ക് ഇഷ്ടംപോലെ ലാൻഡുണ്ട്. മിക്കവാറും സ്ഥലങ്ങൾക്കകത്ത് ഇവർ ചെന്നിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയക്കകത്ത് ഒരു വലിയ ഭാഗം ലാൻഡ് വാങ്ങിച്ച് അതിൻ്റെ ആശ്രമ പരിസരവും അതിനോട് ബന്ധപ്പെട്ടുള്ള ഈ ഗോശാലകളും കൃഷ്ണൻ്റെ ജീവിതത്തോടും താരതമ്യപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്നത്. നമുക്കൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത് വർത്താണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അവരുടെ അതിഥികളെ പരിചരിക്കുന്ന രീതി ബ്യൂട്ടിഫുള്ളാണ്. ഈ എയർബിഎൻബി ആയിരുന്നു എടുക്കാൻ തന്നെ കാര്യം, ഇവരുടെ റേറ്റിംഗ് അത്ര ഹൈ ആണ്. കാരണം അതുപോലെ കെയറിങ് ആയിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. കാലിലിടാനുള്ള ചെരുപ്പ് വരെ എളി പ്രിപ്പയർ ചെയ്ത് വിജയിക്കുക.
റൂമിനകത്തേക്കുള്ള ഹീറ്റിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, ക്ലെൻലിനെസ് ആയിക്കോട്ടെ, എല്ലാം ബ്യൂട്ടിഫുൾ, അടിപൊളി. നമുക്കതൊരു ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം. പിന്നെ എനിക്കിവിടെ കോമഡി ആയിട്ട് തോന്നിയത്, ഇവിടുത്തെ ഈ ഇംഗ്ലീഷുകാർ സാധുക്കളും മറ്റേ സന്യാസിമാരൊക്കെ വന്ന് നമ്മളെ വിഷ് ചെയ്യുകയും വർത്താനം പറയുകയും ചെയ്യും. ഇവിടുത്തെ ഇന്ത്യൻ സന്യാസിമാരുണ്ട്. ഇന്ത്യൻ സന്യാസിമാരെല്ലാം മറ്റേ കുടുംബം വെച്ച ബ്രാഹ്മിൻസാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് തന്നെ. മലയാളികളെ ആരും ഞങ്ങൾ കണ്ടില്ല. എല്ലാവരും ഒരുമാതിരി കൊലജാട ഇടപെടലാണ് ഇടപെടുന്നത്. ഒരു മനുഷ്യരുടെ ഇടപെടാത്ത രീതിയിലുള്ള ഇടപെടലാണ് ഇടപെടുന്നത്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു നല്ലതാണ്. ഞങ്ങൾ നല്ല ഫുഡ്, നല്ല എന്താ പറയുക, ഇന്നലത്തെ രാത്രിത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഭയങ്കര കാം ഡൗൺ ആയിട്ടുള്ള, വളരെ സെറീനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനകത്ത് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങി. സോ ഇറ്റ്സ് സംതിങ് റിയലി ഗുഡ്. അത് നമുക്ക് ഗുഡായിട്ടുള്ളത് ഗുഡായിട്ട് തന്നെ പറയണം. അപ്പം അടുത്ത സ്ഥലത്ത് കാണാം.